ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. മാർച്ച് 14-നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. 18ഓളം ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടെ നിർദ്ദേശിക്കുന്നതാണ് റിപ്പോർട്ട്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ കമ്മിറ്റി വിശദ പരിശോധനയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണയായി നടത്തുകയും 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാക്കുകയും ചെയ്യുന്ന ആശയമാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. 18ഓളം ഭരണഘടനാ ഭേദഗതികൾ പുതിയ പരിഷ്കാരത്തിന് അനിവാര്യമാണ്. ലോക്സഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 83-ന്റെയും നിയമസഭകളുടെ കാലാവധി പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 172-ന്റെയും ഭേദഗതി അനിവാര്യമാണ്. ഭരണഘടനാ ഭേദഗതിക്കായുള്ള വിജ്ഞാപനം രാഷ്ട്രപതി പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശവും കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നു. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്താൻ സംസ്ഥാന നിയമസഭയുടെ അംഗീകാരം ആവശ്യമില്ല. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഒറ്റത്തവണ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടപ്പാക്കുന്നതിന് പകുതിയോളം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യവുമുണ്ട്. തെരഞ്ഞെടുപ്പിനുണ്ടാകുന്ന വൻ ചെലവ് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. സാമ്പത്തിക വിദഗ്ധരും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. വരാനിരിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കും. 3ാം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയം നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2029ഓടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും അറിയിച്ചു. എന്നാൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും ആശയത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.